ഹായ് ഫ്രണ്ട്സ്, ഇത് അംബ്രല്ലയുടെ ടെൻഷൻ സെറ്റാണ്. ഇത് കണ്ടോ, പുതിയൊരു അംബ്രല്ലയുടെ ടെൻഷൻ സെറ്റായത്. ഇത് നമുക്കൊന്ന് അഴിച്ച് റീസെറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പാർട്സുകളും കാര്യമൊക്കെ. ഇത് ചില ആളുകൾക്ക് വീട്ടിലൊക്കെ ചിലത് ഊരിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഈ നട്ട് ലൂസ് ആകുമോ, ഊരിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് ഫിറ്റ് ചെയ്യാനായിട്ട് അറിയത്തില്ല. വീട്ടിൽ കുട്ടികളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ നട്ടൊക്കെ ചിലപ്പോൾ അഴിച്ചെടുക്കും. അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടെ വാരി എങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യും. ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നൂലിട്ട് തയ്ക്കാൻ നേരം കറക്റ്റായിട്ട് തയ്യൽ വരികയില്ല. അപ്പോൾ നമുക്കൊന്ന് അഴിച്ച് ഇതെങ്ങനെയൊക്കെ ഏതൊക്കെ പാർട്സ് ഏതൊക്കെ രീതിയിലാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഇവിടെ ഒരു നട്ടുണ്ട്. ഈ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന നട്ട്, ഈ നട്ടുണ്ട്. ഇതാണ് കാണി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നട്ട്. ഈ നട്ട് നമ്മൾ ഊരിയെടുക്കണം ഫസ്റ്റ്. അത് കഴിഞ്ഞ് നല്ലൊരു സ്പ്രിങ് ഉണ്ട്, ടെൻഷൻ സ്പ്രിങ്. അത് കഴിഞ്ഞൊരു വാഷർ, സ്റ്റാറിൻ്റെ വാഷറുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ആണി പോലുള്ളൊരു പ്ലേറ്റും എല്ലാം കൂടെ ചേർന്ന് ഒരു ടെൻഷൻ സെറ്റ്. ടെൻഷൻ സെറ്റിൻ്റെ ഈ സ്പ്രിങ്, ടെൻഷൻ സ്പ്രിങ്ങിൻ്റെ ഈ സ്പ്രിങ് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇവിടെ ഈ ഭാഗത്താണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. 1, 2, 3ാമത്തെ പ്ലേറ്റ് ഇട്ടതിന് ശേഷമാണ് ഈ സ്പ്രിങ്ങിൻ്റെ ഒരു ഭാഗം ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഊരിയെടുക്കുക പതിയെ, ഒടിഞ്ഞു പോകാതെ ഊരിയെടുത്തതിന് ശേഷം നമ്മളിത് ഇനിയൊരു പ്ലേറ്റ് ഉണ്ട്, ഇത് കണ്ടോ, ഈ പ്ലേറ്റ് ഊരിയെടുക്കുക. ഇനിയാണ് ഇതിൻ്റെ ഡിസ്ക്. ഇതിൻ്റെ അകത്തോടാണ് നൂല് കയറി ഇതിൻ്റെ അകത്താണ് നൂല് കയറി ടൈറ്റായിട്ട് നമുക്ക് തുണി തയ്ക്കാൻ വേണ്ടി നൂല് ടൈറ്റായിട്ട് പോകുന്നത് കേട്ടോ, ഈ ഡിസ്ക്. ഇനി അതിൻ്റെ ഒരു സ്പ്രിങ് ഉണ്ട്, നൂലിൻ്റെ ഗൈഡാണ് ഈ നൂല് കയറിപ്പോകാനുള്ള ഗൈഡ്. ഇനി ഇതിൻ്റെ അകത്തൊരു ചെറിയ കമ്പിയുണ്ട് കേട്ടോ, ബുഷ് പോലുള്ള. പിന്നെ മെയിൻ ഷാഫ്റ്റ് ത്രെഡുണ്ട് ഈ ഭാഗത്ത്. ഇതിൻ്റെ അകത്ത് കയറി ടൈറ്റ് ചെയ്യുന്ന ഭാഗമായത്. ഇത് നമുക്കിനി റീസെറ്റ് ചെയ്യാം. ആദ്യം ഈ കമ്പി കഷ്ണം ആദ്യം ഇടുക. ഈ ബുഷ്, കമ്പിയുടെ ഈ ബുഷ് ഉണ്ട്, ഇത് ആദ്യം ഇടുക. ഇത് കണ്ടോ. അതിനുശേഷം ഈ ടെൻഷൻ സ്പ്രിങ്, ഈ സ്പ്രിങ്ങിൻ്റെ ഇടുമ്പം സ്പ്രിങ്ങിൻ്റെ ഈ ചാല് കണ്ടോ, ഇവിടെ ഒരു വെട്ട് പോലുള്ള ചാലുണ്ട് കേട്ടോ. ഈ ചാലിൻ്റെ അകത്ത് ഈ സ്പ്രിങ്ങിൻ്റെ ഈ നീളത്തിലുള്ള ഈ പീസ് അതിൽ കയറി കിടക്കണം. ഇത് കണ്ടോ, ഈ ഒരു ഏരിയയ്ക്കകത്ത് ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് കയറി കിടക്കണം. ഇതിങ്ങനെ കണ്ടോ, ഇങ്ങനെ അത് കണ്ടോ, ഈ ചാലിൻ്റെ അകത്ത് കയറി കിടക്കുന്നുണ്ടോ. ഇങ്ങനെ കയറ്റി ഇട്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു പിടിക്കുക. കണ്ടോ, ഇങ്ങോട്ട് തിരിച്ചു പിടിക്കുന്നു. അതിനുശേഷം നമ്മൾ ആദ്യം ഈ പ്ലേറ്റ് കയറ്റിയിടണം. ഈ പ്ലേറ്റ് കയറ്റിയിടുന്നതിന് മുമ്പ് ഒരു സൈഡ് മാറ്റി വെച്ചേക്കണം സ്പ്രിങ്ങിൻ്റെ. കണ്ടോ, ഇതിങ്ങനെ ആദ്യത്തെ പ്ലേറ്റ് ഇട്ടു, രണ്ടാമത്തെ പ്ലേറ്റ് ഇട്ടു. അതിനുശേഷം ഈ ഒരു ഡിസ്ക് ഇട്ട് കൊടുക്കണം, ഒരു ഹോളുള്ള ഡിസ്ക്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ സ്പ്രിങ്ങിൻ്റെ ഒരു ഭാഗം കണ്ടോ, ഇത് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റ്. കണ്ടോ, ഇങ്ങനെ ഈ ഒരു ഭാഗം കൂടി ഇട്ടതിന് ശേഷം ഈ ആണിയുള്ള ഒരു പീസുണ്ട് കണ്ടോ, അത് കറക്റ്റ് ഈ ഹോൾ വഴി കയറ്റണം കേട്ടോ. ഇതിലെ ഇങ്ങനെ കടത്തിയിട്ട് ഈ ഹോളിൻ്റെ അകത്തൂടെ കറക്റ്റ് പോകണം കണ്ടോ. ഇതിൻ്റെ അകത്ത് ഈ ബോൾ പോലെ നിൽക്കുന്നുണ്ടോ, 2 1, 2 ബോൾ പോലെ നിൽക്കുന്നത്. ഇതാണ് ഈ സ്പ്രിങ്ങിനെ നിയന്ത്രിക്കുന്നത്. ഈ സ്പ്രിങ് മേളിലോട്ടും താഴോട്ടും ചലിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ബോൾ പോലെ ഉണ്ടോ ഈ പ്ലേറ്റിലുണ്ട്. ഇതാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. കറക്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഹോളിനകത്തൂടെ കയറിപ്പോകാൻ. ഈ ചെറിയ ഇത് കണ്ടോ, ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ കൂടി കറക്റ്റ് ഇങ്ങനെ ഇടണം. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് സ്റ്റാർ വാഷർ ഇടുക. അതിനുശേഷം സ്പ്രിങ്, ഈ സ്പ്രിങ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ സാറിന് അതിൻ്റെ ആ നട്ട്, ഇതാണ് നമ്മൾ കാണി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള നട്ട്. കണ്ടോ, ഇങ്ങനെ ടെൻഷൻ കിട്ടുന്നുണ്ടോ, കണ്ടോ, ഈ ടെൻഷൻ വർക്കാകുന്നുണ്ടോ. ഇങ്ങനെ നമുക്ക് ഈ ടെൻഷൻ സെറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും.
നമ്മൾ ഇത് ടൈറ്റ് ആകുന്നതനുസരിച്ച് ഈ പ്ലേറ്റ് ടൈറ്റ് ആകും. ഈ പ്ലേറ്റ് ടൈറ്റ് ആയാൽ നൂല് ടൈറ്റ് ആകും. അങ്ങനെയൊക്കെ നമ്മൾ സ്റ്റിച്ചിങ് പക്ക ആയിട്ട് കിട്ടുകയും ചെയ്യും നല്ല രീതിയിൽ. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.